നമസ്കാരം. ലോക ശ്രദ്ധ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്കാണ്. പതിവിലും വിപരീതമായി ഒരു യൂറോപ്യൻ കരുത്തൻ തൻ്റെ സൈനിക വ്യൂഹത്തെ അവിടെ വിന്യസിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ ഒരു സുപ്രധാന പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. 8 അത്യാധുനിക പടക്കപ്പലുകൾ, ഒരു വിമാനവാഹിനി കപ്പൽ, കൂടാതെ 2 ഡ്രോൺ കാരിയറുകൾ എന്നിവ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ ഫ്രാൻസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ നീക്കം വെറുമൊരു സൈനികാഭ്യാസമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കുള്ള സൂചനയാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഫ്രാൻസ് ഇത്രയും വലിയൊരു സന്നാഹത്തെ അവിടേക്ക് അയക്കുന്നത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്ന്, മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷാവസ്ഥ. രണ്ടാമതായി, ചെങ്കടലിലൂടെയുള്ള സമുദ്ര വ്യാപാര പാതകളുടെ സംരക്ഷണം. മൂന്നാമതായി, മേഖലയിലെ മറ്റ് വൻ ശക്തികളായ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒപ്പം ഫ്രാൻസിനും കൃത്യമായ സ്വാധീനമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ചാൾസ് ഡി ഗാൾ പോലുള്ള ഒരു വിമാനവാഹിനി കപ്പൽ വിന്യസിക്കുക എന്നത് ഒരു രാജ്യം നൽകുന്ന ഏറ്റവും ശക്തമായ സൈനിക മുന്നറിയിപ്പുകളിൽ ഒന്നാണ്. ഫ്രഞ്ച് നാവികസേനയുടെ അഭിമാനവും യൂറോപ്പിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ യുദ്ധക്കപ്പലുകളിലൊന്നുമാണ് ചാൾസ് ഡി ഗാൾ. ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ: അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ കഴിഞ്ഞാൽ ലോകത്ത് ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ഏക വിമാനവാഹിനി കപ്പലാണിത്. ഇതിൻ്റെ ഗുണം എന്തെന്നാൽ ഇടയ്ക്കിടെ ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യമില്ല. 20 വർഷത്തോളം തുടർച്ചയായി പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും. ഏകദേശം മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് കഴിയും. ഏകദേശം 40 യുദ്ധവിമാനങ്ങളെ ഒരേ സമയം വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഫ്രാൻസിൻ്റെ ഏറ്റവും ആധുനികമായ റഫേൽ യുദ്ധവിമാനങ്ങളുടെ നേവി പതിപ്പാണ് ഇതിൽ പ്രധാനമായും ഉള്ളത്. ശത്രുക്കളുടെ നീക്കങ്ങൾ നേരത്തെ തിരിച്ചറിയാനുള്ള അത്യാധുനിക റഡാർ വിമാനങ്ങളും ഇതിലുണ്ട്. കൂടാതെ തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനുമായി വിവിധതരം ഹെലികോപ്റ്ററുകളും ഇതിൽ സജ്ജമാണ്. ശത്രുക്കളുടെ മിസൈലുകളെയും വിമാനങ്ങളെയും തകർക്കാൻ ഇതിന് സ്വന്തമായി പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഏകദേശം 2000-ഓളം സൈനികർക്ക് ഇതിൽ താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കും. അത്യാധുനിക ആശുപത്രി സൗകര്യങ്ങളും ഇതിൽ തന്നെയുണ്ട്. ചുരുക്കത്തിൽ, കടലിൽ എവിടെയും ചെന്ന് ആക്രമണം നടത്താൻ ശേഷിയുള്ള ഒരു സഞ്ചരിക്കുന്ന സൈനിക താവളം തന്നെയാണ് ചാൾസ് ഡി ഗാൾ. ഫ്രാൻസ് മിഡിൽ ഈസ്റ്റിലേക്ക് ഈ കപ്പൽ അയക്കുന്നു എന്നത് ആ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ പോന്ന ഒന്നാണ്. ഈ സൈനിക വിന്യാസത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് 2 ഡ്രോൺ കാരിയറുകളാണ്. ആധുനിക യുദ്ധമുറകളിൽ ഡ്രോണുകളുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് യുക്രൈൻ റഷ്യ യുദ്ധത്തിലും പശ്ചിമേഷ്യൻ പോരാട്ടത്തിലും നമ്മൾ കണ്ടതാണ്. കടലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന നൂറുകണക്കിന് ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശത്തും കടലിലും ഒരേപോലെ നിരീക്ഷണം നടത്താനും പ്രത്യാക്രമണം നടത്താനും ഫ്രാൻസിന് സാധിക്കും. ഇത് അവരുടെ സാങ്കേതിക മികവിൻ്റെ വിളംബരം കൂടിയാണ്. മാക്രോണിൻ്റെ ഈ നീക്കം പല രാജ്യങ്ങളെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേൽ പലസ്തീൻ വിഷയം, ലെബനനിലെ പ്രശ്നങ്ങൾ, ഹൂതി വിമതരുടെ ആക്രമണങ്ങൾ എന്നിവ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഫ്രാൻസിൻ്റെ ഈ സാന്നിധ്യം എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നത് നിർണായകമാണ്. സമാധാന ശ്രമങ്ങൾക്കായുള്ള സമ്മർദ്ദമാണോ അതോ മറ്റൊരു യുദ്ധമുഖം തുറക്കലാണോ ഇതിൻ്റെ ലക്ഷ്യമെന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ചുരുക്കത്തിൽ, മിഡിൽ ഈസ്റ്റിലെ ശാക്തിക സന്തുലിതാവസ്ഥയിൽ ഫ്രാൻസ് ഒരു വലിയ കളിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.